തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഭിന്നശേഷിക്കാരനായ 21-കാരന് നേരെ ആക്രമണം ഉണ്ടായ കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. നെയ്യാറ്റിൻകര സ്വദേശികളായ റംസി, ജിത്തു, അരുൺ ജിത്ത് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് സ്കൂൾ ഗ്രൗണ്ടിലെത്തിയ വിദ്യാർത്ഥിയെ 21-കാരനെ 3-അംഗ സംഘം തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. അതിനുശേഷം ഇയാളുടെ ഈ 21-കാരൻ്റെ താടിയും മുടിയും അടക്കം പാതി വടിച്ചു കളയുന്ന സാഹചര്യങ്ങളും ഉണ്ടായി. അതിക്രൂരമായ ആക്രമണമാണ് ഉണ്ടായത്. സംഭവത്തിന് ശേഷം പോലീസ് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഏറ്റവും ഒടുവിലാണ് 3-അംഗ സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞത്. അരുൺ മോഹൻ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഉടൻ തന്നെ പോലീസിന് പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞു. എന്താണ് ഈ ആക്രമണത്തിൻ്റെ കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഒരു അതിക്രമം ഉണ്ടാകുന്നു, ഈ അതിക്രമം തടയാൻ ശ്രമിച്ചപ്പോൾ ആക്രമിച്ചു, മർദ്ദിച്ചു എന്നാണല്ലോ കഴിഞ്ഞ ദിവസം നൽകിയ മൊഴി. ഇതുതന്നെയാണോ ഈ സംഭവത്തിന് പിന്നിൽ? അങ്ങനെ തന്നെയാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നതും അന്വേഷണ പുരോഗതി നടത്തുന്നതും. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഈ പറയുന്ന സംഭവങ്ങൾക്കൊക്കെ ആധാരം. നെയ്യാറ്റിൻകര സ്വദേശിയായ 21-കാരനെ ഭിന്നശേഷി ആണ്. ഇയാളെ തട്ടിക്കൊണ്ടുപോയി ഒരു സംഘം മർദ്ദിക്കുകയായിരുന്നു. മർദ്ദിച്ച ശേഷം അവണാകുഴിയിൽ ഒരു വീട്ടിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു. ഒപ്പം ഈ 21-കാരന്റെ തലമുടിയും ഒപ്പം മീശ ഉൾപ്പെടെ വടിച്ചു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പുലർച്ചെയാണ് ഈ പറയുന്ന 21-കാരനെ മോചിതനാക്കുന്നത്. അതുവരെ വൈകിട്ട് ഈ പറയുന്ന ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോകുന്നത്. പുലർച്ചെ വരെ മൃഗീയമായ മർദ്ദനത്തിന് ഇരയാക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ 21-കാരൻ നെയ്യാറ്റിൻകര പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. എന്തായാലും ഉണർന്ന് പ്രവർത്തിച്ച പോലീസ് തുടർന്ന് ഈ പറയുന്ന 3 പേരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അവണാകുഴി സ്വദേശികളായ റംസി, ജിത്തു, അരുൺ തുടങ്ങിയവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവരിപ്പോൾ നെയ്യാറ്റിൻകര സ്റ്റേഷനിലുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു. എന്താണ് ഇതിന് കാരണം, അല്ലെങ്കിൽ മറ്റ് ഉദ്ദേശങ്ങളൊക്കെ ചെയ്യുന്നു, ഇവർക്ക് ലഹരി മരുന്നുമായി ബന്ധമുണ്ടോ എന്നുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. യെസ്, എന്തായാലും ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ ഈ ആക്രമണത്തിനിരയായ യുവാവിൻ്റെ ആരോഗ്യനില എങ്ങനെയാണ്? ആക്രമണത്തിനിരയായ യുവാവിന് ക്രൂരമായ മർദ്ദനം, മുതുവിലും ശരീരമാസകലം ക്രൂരമായി മർദ്ദിച്ച പാടുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അയാൾ ഇപ്പോഴും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ പ്രതികൾ ഇതിനകത്തുണ്ടോ, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചുള്ള എന്താണ് ഇതിനുള്ള കാരണം എന്നൊക്കെ വിശദമായി തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ കൂടുതൽ പ്രതികളിലേക്ക് ഇത് എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത് നമുക്ക് വരും മണിക്കൂറിൽ മാത്രമേ ആ കാര്യം പങ്കുവയ്ക്കാൻ അറിയൂ. എന്തായാലും ഇപ്പോൾ പിടിയിലായവരെ ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. തീർച്ചയായും മറ്റു വിരോധം, അതായത് ഒരു അതിക്രമത്തിന്റെ ശ്രമമാണ് ഉണ്ടായതെന്നാണ് ആദ്യം ഈ യുവാവ് നൽകിയ 21-കാരൻ, ആക്രമണത്തിനിരയായ 21-കാരൻ നൽകിയ മൊഴി. അതിനപ്പുറം മറ്റെന്തെങ്കിലും വ്യക്തിപരമായ വിരോധം ഇയാൾക്കെതിരെ പ്രതികൾക്കുണ്ടായിരുന്നോ? പോലീസിന്റെ ഭാഗത്തു നിന്ന് സ്ഥിരീകരിക്കാത്ത മറ്റൊരു വിവരം പങ്കുവയ്ക്കാനുള്ളത്, ഈ പറയുന്ന യുവാവിനെ സ്ഥിരമായി ഈ സംഘത്തിൽ ചിലർ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കാറുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് സ്ഥിരീകരിക്കാത്തൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും അത്തരത്തിലൊരു പ്രവൃത്തിയിലേക്കായിരിക്കാം ഈ യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ചോദ്യം ചെയ്താൽ മാത്രമേ വിശദമായൊരു മറുപടി നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കൂ എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്നിരുന്നാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നേരത്തെയും ഇദ്ദേഹത്തെ ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയരാക്കി. ഇതിലൊക്കെ വിസമ്മതിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്രയും മൃഗീയമായി മർദ്ദിക്കുകയും ഈ പറയുന്ന മുടി ഉൾപ്പെടെ വടിച്ചു കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. യെസ്, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് ഭിന്നശേഷിക്കാരനായ 21-കാരനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച കേസിൽ 3 പ്രതികൾ പിടിയിലായിരിക്കുന്നത്. ഈ യുവാവിന് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായി, അത് ചെറുത്തപ്പോൾ ആക്രമിച്ചു എന്നാണ് മൊഴിയിലുള്ളത്. എന്തായാലും വിശദമായ അന്വേഷണം നടത്തുകയാണ് പോലീസ്. ഇതോടൊപ്പം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.